കാണാറില്ല. ഒരു പക്ഷെ മഞ്ചേശ്വരത്ത് അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവിടെ AKM അഷ്റഫ് മുന്നിട്ട് നിൽക്കുന്നു. സാധാരണ അവസാന ലാപ്പിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രമാണ്, വോട്ടെണ്ണൽ അതിന്റെ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ മാത്രമായിരുന്നു കെ സുരേന്ദ്രൻ എന്ന എതിരാളി തോൽക്കാറുള്ളത്. ഒന്നുകൂടി പറയണം, KP അഭിലാഷ് 6 റൗണ്ട് പിന്നിടുമ്പോഴാണ് ധർമ്മടത്ത് 647 വോട്ടിന് പിണറായി വിജയൻ പിന്നിൽ പോകുന്നത്. തോൽവിക്ക് സമാനമാണ്. ഒരുപക്ഷെ അവസാന റൗണ്ട് എണ്ണുമ്പോൾ പിണറായി വിജയൻ അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച്. പക്ഷേ ഈ 6 റൗണ്ടുകളിൽ ഏതാണ്ട് 4 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു എന്നത് തോൽവിക്ക്. പക്ഷേ രേണുക എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6ാമത്തെ റൗണ്ടാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. 7ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ തീർച്ചയായും മുന്നിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് ആ മണ്ഡലത്തിന്റെ ഒരു സവിശേഷത. വോട്ടെണ്ണലിന്റെ ക്രമം നോക്കുമ്പോൾ ആദ്യത്തെ 6 മണ്ഡലങ്ങളിൽ പക്ഷേ അബ്ദുൾ റഷീദിന് അത്രയും മുന്നേറ്റം നടത്താൻ സാധിച്ചു. ലീഡ് തിരിച്ചു പിടിച്ചേക്കാം. പക്ഷേ ഇത് എന്തായാലും തോൽവിക്ക് സമാനമാണ്. 4 റൗണ്ട് പിണറായി വിജയൻ ക്യാപ്റ്റൻ പിന്നിൽ പോകുന്നു എന്നത്. ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ പിന്നിൽ പോയെങ്കിൽ അത് തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ ഘട്ടത്തിൽ CPM-ന്റെ കോട്ടകളിൽ ഒന്നടങ്കം അവർ പിന്നിലാണ് എന്നതാണ്. ധർമ്മടത്ത് അവർ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. തളിപ്പറമ്പിൽ അവർ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. മട്ടന്നൂരിൽ CPIM പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. ഇത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും, അതായത് CPM-ന്റെ കോട്ടകളായി ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ എല്ലാം CPIM തിരിച്ചു വന്നേക്കാം. അന്തിമ ഫലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സൂചിപ്പിക്കുന്ന ധർമ്മടത്ത് പിണറായി വിജയൻ മുന്നിലേക്ക് വരാം, മട്ടന്നൂര് മുന്നിലേക്ക് വരാം. ഇതാ വീണ്ടും കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ഇതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം. അതായത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി, പരസ്പരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറിയതിന്റെ ചരിത്ര വിജയം ആഘോഷിക്കുന്ന നിമിഷമാണ്. മുതിർന്ന നേതാക്കൾ കേക്ക് മുറിച്ചുകൊണ്ട് ആ ആഘോഷം പങ്കുവെക്കുന്നു. അവിടെ നമുക്ക് ഈ വിജയം തീർച്ചയായും ഇത് VD സതീശന് അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ് എന്നതിൽ തർക്കമില്ല. അദ്ദേഹം കാക്കശ്യക്കാരനാണ്. VD സതീശന്റെ പല നിലപാടുകളും തെറ്റാണ്, ഇത് ശരിയല്ല എന്നൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞു 100 സീറ്റ്, 100-നടുത്ത് സീറ്റ് വിജയിച്ചിരിക്കും എന്നുള്ളത്. ഒരു പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടതാണ് VD സതീശനെ പോലെയുള്ള നേതാവിന്റെ ഇത്രമേൽ കൃത്യമായ ചില നിലപാടുകൾ. പക്ഷെ പാലക്കാട് ആ തെരഞ്ഞെടുപ്പ് തെറ്റായി പോയി എന്നത് രാഹുൽ മാങ്കൂട്ടം വലിയ നാണക്കേട് അവിടെ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴും VD സതീശൻ തന്നെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം സതീശൻ തന്നെയാണ് എടുത്തിരുന്നത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ വിജയം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അത് 70, 75, 80 താഴെയോ ആയിരുന്നുവെങ്കിൽ പോലും അത് VD സതീശന് അത്രമേൽ വലിയ അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ഇതാ 100-നടുത്ത് സീറ്റുകളിൽ ഇപ്പോൾ UDF-ന്റെ മേൽക്കായി എല്ലാ തീരുമാനങ്ങളും അനുകൂലമാകുന്നു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ 876 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു 8 റൗണ്ട് പിന്നിടുമ്പോൾ. തളിപ്പറമ്പിൽ DK ഗോവിന്ദൻ 3 റൗണ്ട് പിന്നിടുമ്പോൾ 805 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.